പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ദൈവവചനമെന്ന് കൊല്ലം രൂപത മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി. കൊല്ലം കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള കൊല്ലം രൂപത റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷന് മുന്നോടിയായുള്ള സന്ദേശത്തിലാണ് അഭിവന്യ പിതാവിന്റെ പരാമർശം. കൊല്ലം കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള കൊല്ലം രൂപത റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. 12 മുതൽ 16 വരെ ആശ്രാമ മൈതാനത്താണ് കൺവെൻഷൻ ക്രമീകരിച്ചിരിക്കുന്നത്. ദിവസവും വൈകിട്ട് 3:30 മുതൽ രാത്രി 9:30 വരെയാണ് കൺവെൻഷൻ നടത്തപ്പെടുക. 10,000 പങ്കെടുക്കുന്ന റൂഹാഭിഷേകം ബൈബിൾ കൺവെൻഷൻ കൊല്ലം രൂപത മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ഉദ്ഘാടനം ചെയ്യും. പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ദൈവവചനമെന്ന് കൊല്ലം രൂപത മെത്രാൻ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി പറഞ്ഞു. കൊല്ലം രൂപത വർഷങ്ങളായി ബൈബിൾ കൺവെൻഷൻ നടത്തി വരുന്നു. കൊല്ലം രൂപതയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ സഹായത്തോടുകൂടി ഈ വർഷവും കൊല്ലം ബൈബിൾ കൺവെൻഷൻ ആശ്രമ മൈതാനിയിൽ നടത്തപ്പെടുകയാണ്. 2025 ഫെബ്രുവരി മാസം 12 മുതൽ 16 വരെ വൈകിട്ട് 3:30 മണി മുതൽ രാത്രി 9 മണി വരെ ആശ്രമം മൈതാനിയിൽ വെച്ച് ഈ കൺവെൻഷൻ നടത്തപ്പെടുകയാണ്. ധ്യാനം നയിക്കുന്നത് ഫാദർ ജോർജി പള്ളിക്കുന്നേൽ താബോർ ധ്യാന കേന്ദ്രം ഡയറക്ടർ ആണ്. നിങ്ങളേവരെയും കർത്താവിൻ്റെ വചനം കേട്ട് അനുഭവിക്കുവാൻ ക്ഷണിക്കുന്നു. പ്രത്യാശയുടെ ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രത്യാശ നൽകുന്നതാണ് ദൈവവചനം. ക്രൂശിതനായ യേശുവിൻ്റെ പിന്നാലെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് സഹോദര സ്നേഹത്തിന് കൈകോർത്ത് പിതാവിൻ്റെ സമുദ്രത്തിലേക്ക് മുന്നേറുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. വിടുതലിൻ്റെയും ക്ഷമാപനത്തിൻ്റെയും കരുണയുടെയും അനുഭവം ഈ ജൂബിലി വർഷത്തിൽ ലഭിക്കുമാറാകട്ടെ. ഏറെ പ്രത്യേകിച്ച് ഈ കൺവെൻഷനിലൂടെ നമുക്ക് ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കുവാൻ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും പുത്രന്റെ സ്നേഹവും പരിസരങ്ങളുടെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായി. കൊല്ലം രൂപതയെ സംബന്ധിച്ച് ഏറെ അനുഗ്രഹത്തിന്റെയും അഭിമാനത്തിന്റെയും നിമിഷങ്ങളാണ് വരാനിരിക്കുന്നതെന്ന് മോൺസിനൂർ ബൈജു ജൂലിയൻ പറഞ്ഞു. കർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ആ സ്നേഹത്തിൽ നിലനിൽക്കാനുള്ള വിളിയാണ് കൺവെൻഷനിലൂടെ ഒരുക്കപ്പെടുന്നതെന്ന് കൊല്ലം രൂപത കരിസ്മാറ്റിക് ആനിമേറ്റർ ആൻഡ് ഡയറക്ടർ ഫാദർ അനിൽ ജോസ് പറഞ്ഞു. ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ ജോർജി പള്ളിക്കുന്നേൽ കൺവെൻഷൻ നയിക്കും. വൈകിട്ട് 3:30 മുതൽ ജപമാല, കുരിശിന്റെ വഴി ഗാനശുശ്രൂഷ, ദിവ്യബലി, വചനപ്രഘോഷണം, പ്രത്യേക പ്രാർത്ഥനകൾ എന്നിവ നടത്തും. രൂപതയിലെ വൈദികരും സന്യസ്തരും ഉൾപ്പെടെ 600-ലേറെ പേർ കൺവെൻഷനിൽ പ്രേക്ഷിതരായി സേവനം ചെയ്യും. ഷെഗനായ് ന്യൂസ്, കൊല്ലം.